സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ജനുവരി 28 നടന്ന ജെഇ മെയിൻ്റെ ആഫ്റ്റർനൂൺ സെഷനിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 0.4 ടെസ്ല. ഇപ്പോൾ ഫീൽഡ് തന്നിട്ടുണ്ട്, ബി ഈസ് ഈക്വൽ ടു 0.4 ടെസ്ല ഇസ് പെർപെൻഡിക്കുലർ ടു ദി സർക്കിൾ. അപ്പോൾ എന്തായാലും ആക്ട് ചെയ്യുന്നത് കോയിൽ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് ഡിസ്ക് 20 centimeter in radius ആണ്. അപ്പോൾ റേഡിയസ് ഓഫ് ദ ഡിസ്ക് ഇസ് ഈക്വൽ ടു 20 × 10⁻⁻² meter തന്നിട്ടുണ്ട്. ദ ഡിസ്ക് ഈസ് ഹാവിങ് എ യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇസ് ഈക്വൽ ടു 10 pi റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ an axis through its center and perpendicular to the disk. Okay, fine. Field act ചെയ്ത് perpendicular disk ആണ്. What is the potential difference developed between the axis of the disk and the rim? അപ്പം റിമ്മിൻ്റെ കേസിൽ സ്പോക്സിൻ്റെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എത്ര സ്പോക്സ് ഉണ്ടെങ്കിലും ഇൻഡ്യൂസ്ഡ് EMFൻ്റെ കേസ് പഠിച്ച പോലെ തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് ആണ് ചോദ്യം. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ഓഫ് n സ്പോക്സ് എടുത്താലും ഒരു സ്പോക്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF തന്നെയല്ലേ, എല്ലാം ഐഡൻറ്റിക്കൽ അല്ലേ. ഹാഫ് B⍵R², R/L² വെച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ തിയററ്റിക്കലി ഇൻഡക്ഷൻ AC പഠിക്കുന്ന എക്സ്പ്രഷനാണ് ആക്ച്വലി. ഇൻഡ്യൂസ്ഡ് EMF അബൌട്ട് അക്രോസ് ദ റിം അല്ലേ, സ്പോക്സിൻ അക്രോസ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഈ അല്ലേ ചോദ്യം, ഹാഫ് ഇൻറ്റു ബി എത്രയാടാ 0.4 ഇൻറ്റു ഒമേഗ എത്രയാ 10 pi ഇൻറ്റു 3.14 ഇൻറ്റു 20 ഇൻറ്റു 10⁻²ൻ്റെ സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? That should be actually is equal to 1.2, but 2 into 6.28 ആയി. ശരിയായോ? ഇൻറ്റു യെസ് ഫൈൻ, ഇത് 4 into 10⁻² വരും. ശരിയല്ലേ? 6 into 4 ഓൾമോസ്റ്റ് 25 വരെയല്ലേ. അപ്പം 0.2512 എന്നുള്ള ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും അല്ലേ. ദാറ്റ്സ് ഇറ്റ്. കാരണം 6 into 4 ഓൾമോസ്റ്റ് 24, അപ്പോൾ 25ൻ്റെ അടുത്ത് വന്നു. 10⁻² ഉള്ളതുകൊണ്ട് 0.2512 വോൾട്ട് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 26th ആൻസർ നമുക്ക് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിമ്മിന് അക്രോസ് സ്പോക്സിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF ഒരു സ്പോക്സിന് അക്രോസും n സ്പോക്സിന് അക്രോസും ഒക്കെ സെയിം ആയിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാഫ് B⍵R² ഡയറക്റ്റ്ലി ആൻസർ കിട്ടും. ശരിയല്ലേ? നെക്സ്റ്റ് യെസ് 27th വൺ, എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് സി വന്നിട്ടുണ്ട്. 1 microfarad ആണ്. 1 × 10⁻⁻6 farad വന്നു. ചാർജ്ഡ് ടു എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V തന്നിട്ടുണ്ട് 20 volt. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഈസ് 1 μm d അല്ലേ. d is equal to 1 × 10⁻⁻6 meter. ദ എനർജി ഡെൻസിറ്റി ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ആണ് ആക്ച്വലി ചോദ്യം. എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹാഫ് ε0 E² അല്ലേ. ഇവിടുത്തെ ഹാഫ് ε0 ഇൻറ്റു E². ഈ ആക്ച്വലി V/d അല്ലേടാ. അപ്പോൾ അത് V/d² വരും. ശരിയല്ലേ? ഇപ്പോൾ എനർജി ഡെൻസിറ്റി എക്സ്പ്രഷൻ ഡയറക്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കറിയാവുന്ന എക്സ്പ്രഷനാണ് ആക്ച്വലി ഹാഫ് ε0 E². പക്ഷേ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിന് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെപ്പറേഷനാണ് തന്നേക്കുന്നത് ആക്ച്വലി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന് എനിക്ക് V/d കൊടുക്കാം, V²/d² ആയി. ഇതിന് ഡയറക്റ്റ്ലി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പോരെ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് ε0 8.854 into 10⁻⁻12 into V²/d² വരും അല്ലേ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 20 divided by 1 into 10⁻⁻6 the square. ശരിയല്ലേ? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1/2 into 8.854 into 10⁻⁻12 into ഇത് +6ൻ്റെ സ്ക്വയർ ആവും. അഗൈൻ 10⁻+12 ആവും ഇൻറ്റു 400. ഇപ്പോൾ ഇയാളെ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടിയല്ലേ. ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 200 into 8.854. ശരി, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ഓൾമോസ്റ്റ് എത്ര വരും, 1770.8 വരും. ശരിയാണോ? ഓൾമോസ്റ്റ് ഇസ് ഈക്വൽ ടു യെസ് 1.8 into 10⁻³ അല്ലേ. 1.8 into 10⁻³ എന്നുള്ള ആൻസർ കിട്ടിയല്ലേ 27th വൺ. അപ്പോൾ 27th ആൻസർ നമുക്ക് ഓപ്ഷൻ 1 ഒബ്റ്റെയിൻ ചെയ്യും. 1.8 into 10⁻³ J/m3 ശരിയല്ലേ? അപ്പോൾ 27 ആൻസർ ഓപ്ഷൻ 1 വരും. നെക്സ്റ്റ് 28 കാണുമ്പോൾ തന്നെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ്.
മാച്ച് ദ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ആംഗുലാർ ഇമ്പൾസ് ആണ് വരുന്നത്. ആംഗുലാർ ഇമ്പൾസ്, ആംഗുലാർ ഇമ്പൾസ് യെസ് ഇമ്പൾസ് ആണ്. അപ്പം ലീനിയർ ഇമ്പൾസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോഴ്സ് ഇൻ ടു ടൈം ആണ്, FT. ഇവിടുത്തെ ടോർക്ക് ഇൻ ടു ടൈം വരും, ടോർക്ക് ഇൻ ടു ടൈം. ആംഗുലാർ ഇമ്പൾസ് ഈക്വൽ ടു ആക്ച്വലി ടോർക്ക് ഇൻ ടു ടൈം ആണ്. ടോർക്ക് ഇൻ ടു ടൈം എന്ന് പറയുമ്പോൾ ആക്ച്വലി F ഇൻറ്റു L ഇൻറ്റു T വരും. ഇപ്പോൾ ഡയമെൻഷൻ എഴുതുമ്പോൾ ഡയമെൻഷൻ ഓഫ് F M L T -2 ഇൻറ്റു ഒരു L ഇൻറ്റു ഒരു T വരും ആക്ച്വലി, ശരിയല്ലേ? അപ്പോൾ ആൻസർ ഈസ് ML സ്ക്വയർ ആവും ആൻഡ് T റേസ് ടു -1 ആവും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ML സ്ക്വയർ T റേസ് ടു, ശരിയല്ലേ? ML സ്ക്വയർ T റേസ് ടു -1 വരും. ML സ്ക്വയർ T റേസ് ടു -1. പേക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന 3 അല്ലേ? ML സ്ക്വയർ T റേസ് ടു -1 വരും. പേ കറസ്പോണ്ടിങ് 3 ആണ്, ശരിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ് നമുക്കറിയാം Q is equal to MLF, ML ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് ലാറ്റന്റ് ഹീറ്റ് ആക്ച്വലി Q/ML. Q ആക്ച്വലി ജൂളാണ്, എനർജിയാണ് അല്ലേ, ഹീറ്റ് എനർജി. അപ്പോൾ അത് ML സ്ക്വയർ T -2/M വരും ഡയമെൻഷൻ വൈസ്. ഷുഡ് ബി ഈക്വൽ ടു M വെട്ടിപ്പോകൂലേ? ഇപ്പം M0 L സ്ക്വയർ T റേസ് ടു -2 വരും. അപ്പോൾ അത് 1 അല്ലേ? 1 വരും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ലാറ്റന്റ് ഹീറ്റിൻ്റെ പീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 വരും, ശരിയല്ലേ? നെക്സ്റ്റ് വൺ സി നോക്കൂ, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആക്ച്വലി റോ, ശരിയല്ലേ? റോ ഈസ് നത്തിങ് ബട്ട് RL/A ആണ്. RA/L ആണ്. ഓക്കെ, R is equal to കൊടുത്താൽ മതി. R is equal to ρL/A. ഓക്കെ, അപ്പോൾ റോ ഈസ് ഈക്വൽ ടു RA/L, ശരിയല്ലേ? ഇപ്പോൾ യൂണിറ്റ് വൈസ് നമുക്കറിയാം, യൂണിറ്റ് എന്ത് വരും? റെസിസ്റ്റൻസിൻ്റെ ഓം ആണ്, ഓം മീറ്റർ വരും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ തന്നെ ആക്ച്വലി V/I അല്ലേ? അപ്പോൾ ML സ്ക്വയർ T റേസ് ടു -A റേസ് ടു -1 വരും. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഡയമെൻഷൻസ് ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ML3 T റേസ് ടു -3 A റേസ് ടു -2 വരും, ഫോർത്ത് വൺ വരും. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഇസ് ആക്ച്വലി EMF അല്ലേ? EMF എന്ന് പറയുന്നത് ആക്ച്വലി ആരാണ്? EMF ഇസ് ഈക്വൽ ടു ആരാണെന്ന് ഓർത്താൽ മതി. EMF ഇസ് ഈക്വൽ ടു ആരാണ്? വർക്ക് ഡൺ ആണ് ആക്ച്വലി. ടു ചാർജ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. വർക്ക് ഡൺ ബൈ ചാർജ് വരും. വർക്ക് ഡൺ ബൈ ചാർജ് വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുമ്പോൾ ഓപ്ഷൻ സെക്കൻഡ് വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എക്ക് 3, ബിക്ക് 1, സിക്ക് 4, ഡിക്ക് സെക്കൻഡ് 1 എന്നുള്ള ഫോർമാറ്റ് വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഡയമെൻഷൻ നമുക്ക് ഡയറക്റ്റ്ലി അറിയാവുന്ന ഡയമെൻഷൻസ് തന്നെയാണ് കേട്ടോ. EMFൻ്റെ ഡയമെൻഷൻ ഓർക്കണേ, EMFൻ്റെ ഡയമെൻഷൻ ഓർക്കണേ, വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. ഇക്വേഷൻ ഓർത്താൽ മതി. വർക്ക് ഡൺ ബൈ ചാർജിൻ്റെ ഡയമെൻഷൻ എഴുതി അതിൻ്റെ ഡയമെൻഷൻസ് കിട്ടും. അപ്പോൾ 28th വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ് 29. The ratio of vapor densities of two gases at the same temperature is 4/27. Then the ratio of RMS velocity will be. Density ratio തന്നിട്ടുണ്ട്, RMS velocity ratio കണ്ടുപിടിക്കണം. തെർമോഡൈനാമിക്സിൽ RMS velocity കാണാൻ √3RT/M നമുക്കറിയാം. √3RT/mass density, mass by volume, mass density into volume, ശരിയല്ലേ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം വരും. RMS velocity റേഷ്യോ ആണ് ചോദ്യം. വേപ്പർ ഡെൻസിറ്റീസ് ഓഫ് 2 ഗ്യാസസ് സെയിം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ദെൻ ദ റേഷ്യോ ഓഫ് RMS velocity കണ്ടുപിടിക്കണം. ആക്ച്വലി ഇവിടെ നമുക്ക് ആക്ച്വലി ഒരേ ടെമ്പറേച്ചറിലാണ് കോൺസെപ്റ്റ് പറയുന്നതെങ്കിൽ നമുക്ക് VRMS ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√ρ വന്നു, ശരി? RTA PV, RTA PV എന്നാക്കാമല്ലോ. PV ആക്കിയാൽ VV വെട്ടിപ്പോവും. ഇപ്പോൾ 3P/ρ വരും ആക്ച്വലി. അപ്പം 3P/ρ എന്ന് പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ് ഒക്കെയാണ്. VRMS പ്രൊപ്പോർഷണൽ 1 ഇൻവേഴ്സ് പ്രൊപ്പോർഷണൽ ഡെൻസിറ്റി റേഷ്യോ എടുത്ത് വെച്ചാൽ പോരാ ആക്ച്വലി. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ VRMS റേഷ്യോ ഓഫ് VRMS ആണ് ചോദ്യം. VRMS റേഷ്യോ എന്ന് പറയുമ്പോൾ V1/V2 തൽക്കാലം എഴുതാം. V1/V2 ഷുഡ് ബി ഈക്വൽ ടു √2/ρ1 വരും. That's equal to square root of 25/4 is equal to 5/2. ഡയറക്റ്റ് ആണ്. ഇപ്പോൾ 29 ആൻസർ ഓപ്ഷൻ 3 ഒബ്റ്റെയിൻ ചെയ്യും അല്ലേ? ദാറ്റ്സ് ഇറ്റ്. 29 ആൻസർ ഓപ്ഷൻ 3 ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. യെസ്, കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് മോളിക്യൂൾ ആണ്. കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ ഓഫ് മോളിക്യൂൾ ഓഫ് CO2 ഗ്യാസ് ആണ്. അറ്റ്
17 degree Celsius. നമുക്കറിയാം ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ. Average kinetic energy translation of one molecule of gas is equal to 3/2 kBT. Thermodynamics നമ്മൾ പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. Average kinetic energy of translation of one molecule of the gas is actually equal to 3/2 kBT എന്ന് പഠിക്കും. ഇവിടെ ആക്ച്വലി 50 gram of carbon dioxide gas ആയിട്ട് 17 എന്ന് പറയുമ്പോൾ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് വേണം അല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ആക്ച്വലി നമ്പർ ഓഫ് മോളിക്യൂൾസ് ആരാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു ആക്ച്വലി നമ്പർ ഓഫ് മോൾസിൻ്റെ അവഗാഡ്രോ നമ്പർ വരും, ശരിയല്ലേ? നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവിടെ 50 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 50 ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? കാർബണിൻ്റെ 12 ആൻഡ് ഓക്സിജൻ്റെ 32 പ്ലസ് 12 44. അപ്പോൾ 50/44 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.023 ഇൻറ്റു 10⁻23 വരും. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ബൈ അവഗാഡ്രോ നമ്പർ ആണ്, അല്ലെങ്കിൽ ടോട്ടൽ മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡാണ് ഈ രണ്ടെണ്ണം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് കാണാൻ ടോട്ടൽ മാസ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്തു. അതാണ് ഇക്വേഷൻസ് വരുന്നത്. ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മോളിക്യൂളിന് ആക്ച്വലി എനർജി അതാണെങ്കിൽ ടോട്ടൽ എനർജി അല്ലേ ചോദ്യം, ടോട്ടലാണ്. ടോട്ടൽ എനർജി ഷുഡ് ബി, കൈനറ്റിക് എനർജി ഷുഡ് ബി ഈക്വൽ ടു ഒരാളുടെ ആക്ച്വലി 3/2 kBT ഇൻറ്റു ദിസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് 50/44 ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23 ചെയ്താൽ മതി, ശരിയല്ലേ? ഈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുമായിരിക്കും. അപ്പോൾ ഇയാളെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കണം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 3/2 ഇൻറ്റു 1.3 ഇൻറ്റു 10⁻23 ഇൻറ്റു 70 degree Celsius മീൻസ് 290 Kelvin ഇൻറ്റു 50/44 ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23. ശരിയല്ലേ? ഇത് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ആക്ച്വലി ദിസ് വാല്യൂസ് ദാറ്റ് ഈസ് 3 ഇൻറ്റു 1.3 ഇൻറ്റു 290 ഇൻറ്റു 50 ഇൻറ്റു 6.023 divided by 44 divided by 2. 3870 almost. 3870 ഇൻറ്റു ഇനി പവർ നോക്കുക, പവർ വെട്ടിപ്പോയല്ലേ, അപ്പോൾ 3870 ഓൾമോസ്റ്റ് വരും അല്ലേ, ഓൾമോസ്റ്റ് 3870 അപ്രോക്സിമേറ്റ് ആൻസർ ആണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. സോ ഓക്കെ, ഓൾമോസ്റ്റ് ഭസ്മകോശം 1.38 ആണ്. ഞാൻ ഓൾമോസ്റ്റ് അത് എറർ ഒഴിവാക്കാനാണ് എടുത്തത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് കിട്ടുന്ന ആൻസർ ഈസ് ഈക്വൽ ടു 4108 ജൂളാണ്. ദാറ്റ്സ് ഇറ്റ്, 4108 ജൂൾ. അപ്രോക്സിമേറ്റ്ലി ആൻസർ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ വരും. സെക്കൻഡ് ഓപ്ഷനാണ് ആൻസർ അഡോപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി? മെത്തേഡ് ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ട്രാൻസ്ലേഷൻ കണ്ടുപിടിക്കാനുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ 31. In a long glass tube, mixture of two liquids A and B with refractive index 1.3 and 1.4 respectively forms a convex refractive meniscus towards A. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് എയും ഇത് ബിയും വരും, ശരിയല്ലേ? ഇത് വിത്ത് 1.3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇത് വിത്ത് 1.4 റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമാണ്. ഇത് ഒപ്റ്റിക് ആക്സിസ് പ്രിൻസിപ്പൽ ആക്സിസ് ആക്കി എടുത്തു. That's it. If an object placed at 30 cm from the vertex of the meniscus in A, ഇവിടെ ഒരു ഒബ്ജക്റ്റ് കെപ്റ്റ് ചെയ്യുന്നുണ്ട്, അറ്റ് ഡിസ്റ്റൻസ് യു തന്നിട്ടുണ്ട് എത്രയാ 13 cm. A forms an image with a magnification തന്നിട്ടുണ്ട് m is equal to -2. Then the radius of curvature of the meniscus R കണ്ടുപിടിക്കണം. പ്രയോപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്, R കണ്ടുപിടിക്കണം. അപ്പോൾ സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. Spherical refracting surface in the magnification equation actually is equal to n1 into v divided by n2 into u ആണ്. തിയററ്റിക്കൽ നമ്മൾ പഠിക്കുന്ന സ്ഫെറിക്കൽ റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ
ഇക്വേഷനാണ്. എം ഇസ് ഈക്വൽ ടു n1v/n2u. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ നമുക്ക് n1 അറിയാം, n2 അറിയാം, u അറിയാം, v അറിയത്തില്ല. ശരിയല്ലേ? അപ്പോൾ v നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. v എത്തിയാൽ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ ആറാണ് വേണ്ടത് നമുക്ക് ആക്ച്വലി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്ഫെറിക്കൽ റിഫ്രാക്റ്റീവ് സർഫസിൻ്റെ ഇക്വേഷൻ ജനറലി n2/v മൈനസ് n1/u ഇസ് ഈക്വൽ ടു n2 മൈനസ് n1/r എന്നുള്ള ഇക്വേഷൻ അറിയാം. n2 എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി സെക്കൻഡ് 1.4 ആണ്. 1.4/v മൈനസ് 1.3/-13 ഇസ് ഈക്വൽ ടു 1.4 മൈനസ് 1.3 ഡിവൈഡഡ് ബൈ r എന്ന് വരും ആക്ച്വലി. ശരിയല്ലേ? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും ആക്ച്വലി. 1.4/v മൈനസ് 1.3/-13 ഇസ് ഈക്വൽ 1.4 മൈനസ് 1.3/r. ഇത് ആക്ച്വലി 1.4/v പ്ലസ് ഇത് ആക്ച്വലി 10 മൾട്ടിപ്ലൈ ചെയ്യാം. 10 മൾട്ടിപ്ലൈ ചെയ്യാം ആക്ച്വലി. അപ്പോൾ 13 വെട്ടിപ്പോയി, അപ്പോൾ 1/10 ആയി. ഇസ് ഈക്വൽ ടു 0.1/r വരും. ശരിയല്ലേ? അപ്പോൾ 1.4/v ഇസ് ഈക്വൽ ടു 0.1 മീൻസ് 1/10r മൈനസ് 1/10 വരും. ശരിയാണോ? ഇങ്ങനെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് വിയും ആറും നമ്മുടെ റിലേഷൻസ് മേക്ക് ചെയ്തോടെ ആക്ച്വലി 1.4/v is equal to actually yes 10 1/10r minus 1/10 എന്നുള്ള ഇക്വേഷൻസ് കിട്ടി ആക്ച്വലി. ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു ആക്ച്വലി 10 ക്രോസ് ചെയ്താൽ മൈനസ് 10r ഹോൾ ബൈ 100r. 1.4/v is equal to 10 കോണിൽ പുറത്തെടുത്തൂടെ 1 മൈനസ് r ബൈ 10r വരും. 1.4/v is equal to 1 മൈനസ് r ബൈ 10r എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അത് ആക്ച്വലി -2 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്ച്വലി വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കുക. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി v is equal to എനിക്ക് എന്ത് എഴുതാം? m n2u/n1 അല്ലേ? m × n2 × u/n1 വരും ആക്ച്വലി. ശരിയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് v ആക്ച്വലി ആരാണ്? അപ്പോൾ n1 അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കൊടുക്കാം നമുക്ക്. n1 ഇവിടെ n2 അല്ലേ? n2 ആണ് ആക്ച്വലി 1.4 എന്ന് പറയുന്നത്. n2 1.4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇയാൾ റിവേഴ്സ് ചെയ്ത് ചിന്തിക്കാം. n2/v ആണ് ഇത് ആക്ച്വലി 1.4 n2/v ആണ് ആക്ച്വലി അല്ലേ? n2/v. അപ്പോൾ n2 ആണ് 1.4 ആക്ച്വലി. അപ്പോൾ n2/v ഇവിടെ എഴുതിയാൽ n2 ഡിവൈഡഡ് ബൈ v ഇസ് ഈക്വൽ ടു n1 ഡിവൈഡഡ് ബൈ mu എന്ന് എഴുതാം. ശരിയല്ലേ? n1 ഡിവൈഡഡ് ബൈ m ഇൻറ്റു u എന്ന് എഴുതാം. അപ്പോൾ n2/v എനിക്ക് എന്ത് കൊടുക്കാം? 1 മൈനസ് r ഡിവൈഡഡ് ബൈ 10r ഷുഡ് ബി ഈക്വൽ ടു n1 1.3 ഡിവൈഡഡ് ബൈ m -2 -2 ഇൻറ്റു -13 അല്ലേ? -2 ഇൻറ്റു -13 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ 1 മൈനസ് r ഇങ്ങോട്ട് ഇക്വേഷൻ കിട്ടി. ഇയാളെ സോൾവ് ചെയ്തെടുത്തിട്ട് r കണ്ടുപിടിച്ചാൽ പോരെ. ദസ് ഈക്വൽ ടു ആക്ച്വലി എന്ത് വരും? 1 മൈനസ് r ബൈ 10r ഈക്വൽ ടു 1.3/26 ആയി. ശരിയാണ്? 1.3/26 ആയി. ഇത് ആക്ച്വലി 13/260. ഇറ്റ്സ് ആക്ച്വലി 1/20. ശരി, 1/20. അപ്പോൾ ആക്ച്വലി 1 മൈനസ് r ഇസ് ഈക്വൽ ടു 10r/20 ഇസ് ഈക്വൽ ടു r/2. അപ്പോൾ r/2 പ്ലസ് r ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ആക്ച്വലി 3r/2 ഇസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ r ഇസ് ഈക്വൽ ടു 2/3. r ഇസ് ഈക്വൽ ടു 2/3. അപ്പോൾ 31 ആൻസർ നമുക്ക് ഓപ്ഷൻ 2/3 എന്നുള്ള ഓപ്ഷൻ കിട്ടിയത് തേർഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് വരും. മനസ്സിലായോ? ഇതാണ് 31th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ 32. The frequency of revolution of the electron in Bohr's orbit varies with n. The principal quantum number. ഡയറക്റ്റ് തിയറി ആണ് 1/n³ വരും. ശരിയല്ലേ? Bohr orbit varies with n ആണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഈസ് ഫ്രീക്വൻസി റെവല്യൂഷൻ ആണ് പ്രൊപ്പോർഷണൽ ടു 1/n³ വരും. ആൻസർ ഓപ്ഷൻ 2. നെക്സ്റ്റ് 33. Which of the following phenomena cannot be explained by wave theory of light? Wave theory Christian-Huygens അല്ലേ? റിഫ്ലക്ഷൻ ഒക്കെയാണ്, ഡിഫ്രാക്ഷൻ റിഫ്രാക്ഷൻസ് ഒക്കെയാണ്, കോംപ്റ്റൺ എഫക്റ്റ് ആണ്. ഇത് പാർട്ടിക്കൽ നേച്ചറാണ്. പാർട്ടിക്കൽ നേച്ചർ എന്ന് പറയുമ്പോൾ തേർഡ് വൺ അല്ലേ? ക്വാണ്ടം തിയറി മാക്സ് പ്ലാങ്കിൻ്റെ കോൺസെപ്റ്റ് ആണ് പാർട്ടിക്കൽ നേച്ചർ. കോംപ്റ്റൺ എഫക്റ്റ് ആണ്. ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ബൈ ദി വേവ് തിയറി ഓഫ് ലൈറ്റ്. ഇപ്പോൾ 33 തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 4 വരും. നെക്സ്റ്റ് 34th ക്വസ്റ്റ്യൻ.
The velocity time graph of an object moving along a straight line is shown in figure. What is the distance covered by the object between 0 to 4? 0 to 4 ചോദിച്ചിട്ടുള്ളൂ. 0 to 4 എന്ന് പറയുമ്പോൾ up to here. Velocity time graph അല്ലേ? അപ്പോൾ distance is equal to area കണ്ടുപിടിച്ചാൽ പോരെ. Area. പോസിറ്റീവ് മാത്രമേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ അത് ഹാഫ് ട്രയാങ്കിളിൻ്റെ ഏരിയ, ഹാഫ് ഇൻറ്റു ബി എച്ച് ഇൻറ്റു 2 into 10 plus 2 into 10 is equal to 10 plus 20 അല്ലേ 30 മീറ്റർ വരും. സിമ്പിളാണ് 30 മീറ്റർ. ഇപ്പോൾ 34 നമുക്ക് ആൻസർ ഓപ്ഷൻ 1 കിട്ടിയാലേ 30 മീറ്റർ. ഏരിയ കണ്ടുപിടിച്ചാൽ മതി. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയയാണ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ്. താഴേക്ക് വരുവാണെങ്കിൽ മൈനസ് ചെയ്യണം, ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ നമുക്കറിയാം. ഓക്കെ, 34 ആൻസർ ഓപ്ഷൻ 1 ഒബ്റ്റെയിൻ ചെയ്യും. ക്ലിയർ. 35. A bar magnet has total length 12 is equal to 20 units. And the field point P at a distance D 10 units from the center of the magnet. The relative uncertainty of length measuring is 1% ആണെങ്കിൽ the uncertainty of the magnetic field at point P ആണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഇയാൾ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വറ്റോറിയൽ ആണ് ആക്ച്വലി. ഡയഗ്രം കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇക്വറ്റോറിയലി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ ഷുഡ് ബി ഈക്വൽ ടു mu0/4 into m divided by d cube അല്ലേ. mu0/4 into m divided by d cube ആണ്. ഇയാൾ ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇയാളെ mu0 divided by 4 into m ആക്ച്വലി ആരാണോ സ്മോൾ m into ലെങ്ത് 12 divided by d cube എന്ന് എഴുതാം. മാഗ്നറ്റിക് മൊമെൻറ്റിന് m into 12 എന്ന് എഴുതാം. ശരിയല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്, എം അല്ല മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇക്വറ്റോറിയലി. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഇവിടെ അൺസർട്ടനിറ്റി ഓഫ് ലെങ്ത് മെഷറിംഗ് 1% ആണെങ്കിൽ അൺസർട്ടൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ്. അപ്പോൾ അൺസർട്ടൻ മീൻസ് എറർ ആണ്. ഡെൽറ്റ ബി ബൈ ബി ഇസ് ആക്ച്വലി ഈക്വൽ ടു ഇയാളെ സോൾവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ 3 ഡെൽറ്റ ഡി ബൈ ഡി പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ വരും. ദാറ്റ് ഷുഡ് ബി ഇക്വൽ ടു 3 into 1% plus 1% ആണ്. അപ്പോൾ 4% വരാം. 4% വരാം. അപ്പോൾ 4% ആൻസറിൽ വരാം. പക്ഷെ അവിടെ 4% എടുക്കുന്ന നമ്മൾ എന്തും കൂടി മെഷർ ചെയ്യുന്നുണ്ട് ആക്ച്വലി മാഗ്നറ്റിൻ്റെ ലെങ്ത്തിൻ്റെ എറർ കൂടി മെഷർ ചെയ്യുമ്പോഴാണ്. മാഗ്നറ്റിൻ്റെ ലെങ്ത്തിൻ്റെ എറർ കൂടി മെഷർ ചെയ്യുമ്പോഴാണ് 4%. ഇനി ആ മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ വീണ്ടും പണി പോകണം. അപ്പോൾ നമ്മൾ 3 ഡെൽറ്റ ഡി ബൈ ഡി മാത്രം എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ആൻസർ 3% വരും. മനസ്സിലായോ? അപ്പോൾ ആക്ച്വലി ലെങ്ത്ത് എന്ന് പറയുമ്പോൾ മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ മെഷറബിൾ ആണ്. മെഷറബിൾ ആകുമ്പോൾ ആക്ച്വലി ഇത് 4% വരും. ഇനി മാഗ്നറ്റിൻ്റെ ലെങ്ത്ത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് തരുവാണെങ്കിൽ ആൻസർ 3% വരും. അതുകൊണ്ടാണ് നമ്മുടെ കീഴിൽ 2 ആൻസറായിട്ട് കൊടുക്കാനുള്ള റീസൺ. അതുകൊണ്ടാണ് അൺസർട്ടനിറ്റി ഓഫ് ലെങ്ത്ത് എല്ലും എടുത്തു അല്ലേ, സർട്ടനിറ്റി ഓഫ് ലെങ്ത്ത് എല്ലും എടുത്തു. എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് അല്ലാത്ത 2 കേസിന് വരുമ്പോൾ 2 എറേഴ്സ് കാണിക്കുന്നതുകൊണ്ടാണ് 2 ഓപ്ഷൻസ് നമ്മുടെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യം അവിടെ ഓർത്ത് വെച്ച് വെച്ചാൽ മതി. മനസ്സിലായോ? അതുകൊണ്ട് 2 ആൻസർ വരാനുള്ള പോസിബിലിറ്റി ഓർക്കുക. നെക്സ്റ്റ് 36th one. Earth has a mass 8 times the radius 2 times that of a planet. The escape velocity from the Earth is 11.2 km per second. Then the escape velocity in kilometer per second from that planet എന്നാണ് ചോദ്യം. The escape velocity expression should be equal to square root of 2gm by r അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് 2gm by r ആണ്. അപ്പോൾ escape velocity of planet divided by escape velocity of Earth should be equal to root of 2g mass of planet by radius of planet into square root of radius of Earth by 2g into mass of Earth വരും ആക്ച്വലി. ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് MP by ME മാസിൻ്റെ കേസിൽ ഇൻറ്റു റൂട്ട് ഓഫ് റേഡിയസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. രണ്ട് കണക്കല്ല, റേഡിയസ് ഓഫ് എർത്ത് ബൈ റേഡിയസ് ഓഫ് പ്ലാനറ്റ് വരും ആക്ച്വലി. ശരി, അല്ലെങ്കിൽ ഒറ്റ റൂട്ട് എടുത്താലും മതി, റൂട്ട് ഓഫ്. ദാറ്റ്സ് ഇറ്റ്. ഇനി ക്വസ്റ്റ്യൻ, മാസ് 8 times, എർത്ത് ഹാസ് മാസ് 8 times, ഇത് ആക്ച്വൽ റൂട്ട് ഓഫ് MP by 8 MP and radius 2 times that of planet, ഇത് 2r by r വരും. MP വെട്ടിപ്പോയി, RR വെട്ടിപ്പോയി, ഇത് റൂട്ട് ഓഫ് 1/4 ആവും, 1/2. escape velocity of planet is equal to escape velocity of earth by 2 വരും. എർത്തിൻ്റെ escape velocity 11.2 അല്ലേടാ. 11.2ൻ്റെ പകുതി 5.6.
11.2 പകുതി വരും ആൻസർ, 5.6 വരും. അപ്പോൾ 36 ആൻസർ നമുക്ക് ഓപ്ഷൻ 2 ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? 36 ആൻസർ ആണ്. 37 യെസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Now the initial position and initial momentum is enough to determine the position and momentum at any time t for a simple harmonic motion with a given angular frequency omega എന്നാണ് പറയുന്നത്. ഇത് angular frequency omega എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? വിത്ത് എ പൊസിഷൻ കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് 5. ശരിയല്ലേ? ജനറലി ഒരു സിമ്പിൾ ഹാർമോണിക് ഫംഗ്ഷൻ എഴുതിയെന്നുള്ള എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5. അപ്പം ഇനീഷ്യലി എടുക്കുമ്പോൾ ടൈം 0 ആകുമ്പോൾ ഇനീഷ്യൽ എക്സ് നോട്ട് വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു എ സൈൻ 5 വരും. എ സൈൻ 5 എന്ന് കിട്ടും. ശരിയല്ലേ? ദർജ കിട്ടി. നമുക്കറിയാം മൊമെൻറ്റത്തിൻ്റെ കേസിൽ മൊമെൻറ്റം ആക്ച്വലി ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മീൻസ് ഡി എക്സ് ബൈ ഡി ടി അല്ലേ? മൊമെൻറ്റം എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ദ ഷുഡ് ബി ഈക്വൽ ടു ആരാണ്? എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് എ സൈൻ ഒമേഗ ടി പ്ലസ് 5 വരും. ദ ഷുഡ് ബി ഈക്വൽ ടു എം എ ഒമേഗ. ശരിയല്ലേ? ഡിഫറൻഷ്യേറ്റീവ് ആണ്. എം എ ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് 5 വരും. ഇവിടെ ടൈം 0 ആകുമ്പോൾ മൊമെൻറ്റം പി നോട്ട് ഷുഡ് ബി ഈക്വൽ ടു ആര് വരും? ടൈം 0 ആയി പോയി. ശരിയല്ലേ? അപ്പോൾ എം എ ഒമേഗ കോസ് 5 വരും. ദാറ്റ്സ് ഇറ്റ്. എം എ ഒമേഗ കോസ് 5 എന്ന് വരും. അപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടി? ഇനീഷ്യലി എക്സ് നോട്ട് കിട്ടി, ഇനീഷ്യൽ ഫംഗ്ഷൻ കിട്ടി, മൊമെൻറ്റത്തിന് ഇനീഷ്യൽ ഫംഗ്ഷൻ കിട്ടിയിട്ടില്ലേ? ഇപ്പോൾ 2 ഫംഗ്ഷൻസ് കിട്ടി ഇനീഷ്യൽ കേസിൽ. ഫൈൻ. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ആക്ച്വലി ദിസ് വൺ ഇക്വേഷൻ, ഇതെനിക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇപ്പോൾ ഡിവൈഡ് ആക്ച്വലി എന്ത് വരുന്ന ആലോചിച്ച് നോക്കി നിങ്ങൾ. പി ദിസ് വൺ എക്സ് നോട്ട് ബൈ പി നോട്ട് ഈക്വൽ ടു എ വെട്ടിപ്പോയില്ലടാ ടാൻ 5 ഡിവൈഡഡ് ബൈ എം ഒമേഗ വരും. ടാൻ 5 ഡിവൈഡഡ് ബൈ എം ഒമേഗ വരും. അപ്പോൾ എനിക്ക് ടാൻ 5 ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഇനീഷ്യലി പി നോട്ടും എക്സ് നോട്ടും മാത്രം അറിഞ്ഞാൽ എനിക്ക് ടാൻ 5 വാല്യൂ എന്ത് വരും? എം ഒമേഗ എക്സ് നോട്ട് ബൈ പി നോട്ടായി. ശരിയാണോ? ഇനീഷ്യൽ മൊമെൻറ്റോ ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസെപ്റ്റ് മാത്രം തന്നാൽ എനിക്ക് ടാൻ 5 വാല്യൂ ആക്ച്വലി എം ഒമേഗ എക്സ് നോട്ട് ബൈ പി നോട്ട് എന്നുള്ള ആൻസർ കിട്ടി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സൈൻ 5 ആരാ? ട്രയാങ്കിൾ വരച്ച് നോക്കിയാൽ മതി. ആക്ച്വലി ഇത് 5 ആണെങ്കിൽ ടാൻ 5 കാണുമ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് എം ഒമേഗ എക്സ് നോട്ട് ബൈ പി നോട്ട് എന്നാണ് കിട്ടിയത്. ഇത് ആക്ച്വലി റൂട്ട് ഓഫ് പി നോട്ട് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സൈൻ 5 ആക്ച്വലി ഈസ് ഈക്വൽ ടു എം ഒമേഗ എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി നോട്ട് സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഒമേഗ സ്ക്വയർ എക്സ് നോട്ട് എന്ന് വരത്തില്ലടാ. അപ്പോൾ എനിക്ക് ഇനീഷ്യൽ ഫംഗ്ഷൻസ് കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ സൈൻ 5 ഫംഗ്ഷൻ ആക്ച്വലി എം ഒമേഗ എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് എം സ്ക്വയർ എക്സ് ഒമേഗ സ്ക്വയർ വന്നു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ എ ഫസ്റ്റ് ഇക്വേഷൻ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ എ ഷുഡ് ബി ഈക്വൽ ടു എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ സൈൻ 5 ചെയ്താൽ പോരെ? സൈൻ 5 എനിക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കിട്ടും മീൻസ് വാട്ട്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് കറക്റ്റാണ്. നോയിങ് ദ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് പി നോട്ട് ഇനഫ് ടു ഡിറ്റർമൈൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം അറ്റ് എനി ടൈം ടി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫേസ് ക്യാൻ ബി എക്സസ്ഡ് ഇൻ ടേംസ് ഓഫ് എക്സ് നോട്ട് പി നോട്ട്. ആംപ്ലിറ്റ്യൂഡ് ഫേസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. ശരിയല്ലേ? കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 37 ആൻസർ നമുക്ക് ഓപ്ഷൻ 4 കിട്ടും അല്ലേ? രണ്ടും കറക്റ്റ് രണ്ട് ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണെന്നുള്ള കോൺസെപ്റ്റ് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. 38 എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് എൻ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ്. മിറർ ഏതാണെന്ന് ആദ്യം ഓർത്ത് നോക്കുക. കോൺകേവ് മിററാണ്. പ്രൊഡ്യൂസസ് എൻ ഇമേജ് ഓഫ് എൻ ഒബ്ജക്റ്റ് സച്ച് ദാറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദി ഇമേജ് ഈസ് 30. ഇപ്പോൾ കോൺകേവ് മിറർ ആക്ച്വലി ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് 3, ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി -3. ഇൻവേർട്ടർ ഇമേജ് വലുതാവണം. വലുതാണെങ്കിൽ ഒബ്ജക്റ്റ് ഇവിടെ, ഇമേജ് ഇവിടെ, റിയൽ. ഇത് ഇമേജ്, ഇത് ഒബ്ജക്റ്റ്. ശരിയല്ല? ഒബ്ജക്റ്റ് ഇമേജ് മനസ്സിലായി. ഇത് യു, ആക്ച്വലി യു. ഇതാണ് വി, ഇമേജ് ഡിസ്റ്റൻസ് ആണ് വി. ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് 20. അപ്പോൾ ഇവ തമ്മിലുള്ള സെപ്പറേഷൻ ആക്ച്വലി 20 ആണ്. അതായത്
വി എന്ന് പറയുന്നത് യു പ്ലസ് 20 മാഗ്നിറ്റ്യൂഡ് വൈസ് ആണ് എഴുതിയേക്കണത്, സൈൻ കൊടുത്തിട്ടില്ല. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 20 ആണ് ആക്ച്വലി. എം എന്ന് പറയുന്നത് -3 ആണ്, മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -3 ആണ്. ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ ആണ് ചോദ്യം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ കാണുന്നു. അപ്പോൾ മിററിൻ്റെ കേസിൽ ആക്ച്വലി മാഗ്നിഫിക്കേഷൻ -v/u അല്ലേ, എം -3 ആണെന്ന് പറയുന്നുണ്ട്, ഇസ് ഈക്വൽ ടു -v/u എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തും. ശരിയല്ലേ? രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി v - u = 20 ആണ്. ഞാൻ രണ്ടിന് വിക്ക് യുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, എമ്മിന് മാത്രമേ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്തോളം വിക്ക് യുക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല. v - u = 20 ആണ്. ആൻഡ് മൈനസ് ഇസ് ഈക്വൽ ടു -v/u ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ നിന്ന് എനിക്ക് ആക്ച്വലി v = എന്ത് എഴുതാം? ഇവിടെ എനിക്ക് v = പോയി 3u എന്ന് എഴുതാം. v = 3u എനിക്ക് എന്ന് എഴുതാൻ പറ്റും. ശരിയല്ല? അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് 3u - u = എത്ര വന്നു? 20 വന്നു. അപ്പോൾ u = ആക്ച്വലി 10 വരും അല്ലേ? u 10 വരും. മനസ്സിലായോ? u 10 വന്നു കഴിഞ്ഞാൽ v ഷുഡ് ബി = 30 വരും. v = 30 വരും. ഓക്കെ, അപ്പോൾ v 30 ആണെന്ന് മനസ്സിലായി, u = 10 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ മിറർ ഫോമിൽ ആക്ച്വലി 1/v മൈനസ് പ്ലസ് മിററാണ്, 1/u = 1/f അല്ലേ? അപ്പോൾ 1/f ഈസ് ആക്ച്വലി ഈക്വൽ ടു 1/v -30 ആണ് പ്ലസ് 1/u അത് -10 ആണ്. ഇറ്റ്സ് ആക്ച്വലി ഈക്വൽ ടു -1/30 പ്ലസ് -1/10 അല്ലേ? ഈക്വൽ ടു -10 - 30/300 അല്ലേ? -10 - 30 -40/300 വരും. f should be equal to actually -30/4 equal to -7.5. അപ്പോൾ റേഡിയസ് കർവേച്ചറിൻ്റെ ഡബിൾ അല്ലേ? എഫ് ആണ് കിട്ടിയത്, പിന്നെ ഡബിൾ വരും. 15 സെൻറ്റിമീറ്റർ എന്നുള്ള ആൻസർ കിട്ടത്തില്ലേ? ഫോർത്ത് ഓപ്ഷൻ വരും. എഫ് ആണ് കിട്ടിയത് 7.5, റേഡിയസ് കർവേച്ചറാണ് ചോദ്യം, പിന്നെ ഡബിൾ വരും 15 സെൻറ്റിമീറ്റർ. അപ്പോൾ 38ൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 15 വരും. മനസ്സിലായോ? 38 ഓപ്ഷൻ 4 ആണ്, 15 ആണ് നമ്മുടെ ആൻസറായിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. മനസ്സിലായോ? നെക്സ്റ്റ് 39 ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 39th one. A body of mass 4 kg is placed on a plane at a point P having coordinate 3,4 meter under the action of the force. F തന്നിട്ടുണ്ട്, വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ട്. It moves a new point having coordinate. Initial coordinate ഇതാണ്, final coordinate actually ഇതാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ആക്ച്വലി ഷുഡ് ബി ഈക്വൽ ടു ആരാണ്? 6 - 3 i cap പ്ലസ് 10 - 4 j cap അല്ലേ? ദാസ് ഈക്വൽ ടു 3 i cap പ്ലസ് 6 j cap. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. ഞാനതിനെ 3 i cap പ്ലസ് 6 j cap എന്ന് വിളിച്ചു. ശരിയല്ലേ? ടൈം എത്രയാണ്? 4. അപ്പോൾ ആക്ച്വലി അയാളുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആക്ച്വലി F.S അല്ലേ? എഫ് എത്രയാണ് തന്നിട്ടുണ്ട്? 2i + 3j .s ആണ്. S 3i. അപ്പോൾ ആക്ച്വലി F.S എടുക്കുന്ന സമയത്ത് 2 × 3 ശരിയല്ലേ? പ്ലസ് 3 × 6 അത് ആക്ച്വലി 6 + 18 24 അല്ലേ? 24 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ പവർ ആവറേജ് ഈസ് ആക്ച്വലി ഈസ് നത്തിങ് ബട്ട് നെറ്റ് വർക്ക് ഡൺ ബൈ ടൈം അല്ലേ? ദാസ് ഈക്വൽ ടു 24/4 അല്ലേ? 6 ജൂൾ വരും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആവറേജ് പവർ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് 6 ജൂളാണ്, കാരണം വർക്ക് ഡൺ ബൈ ടൈം ചെയ്താൽ മതി. അപ്പോൾ 6 ജൂൾ എന്നുള്ള ആൻസർ എനിക്ക് കിട്ടും. എനിക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വേണം, ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ള കോൺസെപ്റ്റ് വേണം, ഇൻസ്റ്റൻറ്റേനിയസ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് എനിക്ക് വെലോസിറ്റി അറിയണം. അപ്പോൾ ഫോഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആക്ച്വലി ഫോഴ്സ് അവർ തന്നിട്ടുണ്ട് 2i + 3j. അപ്പോൾ ആക്സലറേഷൻ വെക്ടർ ഈസ് ആക്ച്വലി ഈക്വൽ ടു F/m അല്ലേ? മാസ് എത്രയാണ്? 4 kg ആണ്. 4 kg ആണ് മാസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഫോഴ്സ് ബൈ 4 kg ചെയ്യുമ്പോൾ ആക്ച്വലി 1/2 i cap F/m ചെയ്യണം. അതുകൊണ്ടാണ് 1/2 i cap പ്ലസ് 3/4 j cap അല്ലേ? ദാറ്റ്സ് ഇറ്റ്. 3/4 j cap എന്ന് വരും. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി വെക്ടർ ആക്ച്വലി ഈസ് ഈക്വൽ ടു u വെക്ടർ പ്ലസ് a വെക്ടർ × t അല്ലേ? u വെക്ടർ ആക്ച്വലി 0 അല്ലടാ, ഇതൊന്നും പറയാത്തതുകൊണ്ട് 0 ആണ് അല്ലേ? 0 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് a വെക്ടർ × t എന്ന് ചെയ്താൽ മതി. ടി ആക്ച്വലി 4 സെക്കൻഡ് അല്ലേ? ടി ആക്ച്വലി 4 സെക്കൻഡ് എഴുതുമ്പോൾ എഗെയിൻ എനിക്ക് വെലോസിറ്റി വെക്ടർ എന്ത് തന്നെ വരും? 2i + 3j വരും അറ്റ് 4 സെക്കൻഡിൽ. വെലോസിറ്റി വെക്ടർ അറ്റ് 4 സെക്കൻഡ്. പവർ ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത് ആക്ച്വലി F.v അല്ലേ? F.v ഇത് ഡോട്ട് v ചെയ്യണം. അപ്പോൾ എനിക്ക് ആക്ച്വലി 2 × 2
പ്ലസ് 3 into 3 ദാറ്റ്സ് ഈക്വൽ ടു 13 അല്ലേ, 13 വാട്ട് വരും. അപ്പോൾ ആവറേജ് പവർ എന്ന് പറയുന്നത് 6 ജൂളും ഇൻസ്റ്റൻറ്റേനിയസ് അറ്റ് 4 സെക്കൻഡ് ആക്ച്വലി 13 വരും. റേഷ്യോ എന്താടാ, ആവറേജ് പവർ ഇൻസ്റ്റൻറ്റേനിയസ് പവർ അറ്റ് ദ എൻഡ് ഓഫ് 4. അപ്പോൾ ആ റേഷ്യോ ആണ് ആക്ച്വലി കേട്ടോ, റേഷ്യോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് 6:13 വരും, 6:13 വരും സെക്കൻഡ് ഓപ്ഷൻ. മനസ്സിലായോ? അപ്പോൾ 6:13 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്തത് സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. ഓക്കെ, in the circuit shown here, assuming threshold voltage of diode is negligibly small, അപ്പോൾ diode across potential drop എടുക്കണ്ട, 0 ആണ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ. when voltage VAB correctly represent, VAB ആക്ച്വലി ഔട്ട്പുട്ടാണ്, ഇത് സൈൻ വേവ് ആണ് ആക്ച്വലി. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോകുന്ന സമയത്ത് ഇയാൾ റിവേഴ്സ്ഡ് ആകും. അപ്പോൾ ഫസ്റ്റ് പോസിറ്റീവ് ഇൻപുട്ട് വരുമ്പം ഔട്ട്പുട്ട് 0 ആണ്, പോസിറ്റീവ് ഇൻപുട്ടിൽ ഔട്ട്പുട്ട് 0 ആണ്, ഇയാൾ റിവേഴ്സ്ഡ് ആവും. ഇനി നെഗറ്റീവ് സൈക്കിൾ വരുമ്പോൾ ഇയാൾ ഫോർവേഡ് ബയസ് ആവും, താഴെ പോസിറ്റീവ് വരും, അപ്പോൾ ഇയാൾ ഫോർവേഡ് ബയസ് ആവും. ഇയാൾ ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടും, അതായത് നെഗറ്റീവ് ഇൻപുട്ട് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഉണ്ടാവും, നെഗറ്റീവ് ഇൻപുട്ട് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഉണ്ടാവും, പോസിറ്റീവ് ഇൻപുട്ടിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും 0 അല്ല എല്ലാ സമയത്തും, കംപ്ലീറ്റ് വേവ് കിട്ടത്തില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ ഔട്ട്പുട്ട് കിട്ടത്തില്ല, പോസിറ്റീവിൽ ഔട്ട്പുട്ട് ഇല്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് നെഗറ്റീവ് കിട്ടും. ദഫോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? 40 ആൻസർ ഓപ്ഷൻ 4 ഒബ്റ്റെയിൻ ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് 41. യെസ്, 41 ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. An infinite wire has a circular bent of radius A and carrying a current I as shown in figure. The magnitude of magnetic field at the origin O of the arc is given by. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേണം. അപ്പോൾ ഇയാളെ ഫസ്റ്റ് വയറായിട്ട് കൺസിഡർ ചെയ്തു, ഇയാളെ സെക്കൻഡ് വയറായിട്ട് കൺസിഡർ ചെയ്തു, ഇയാളെ തേർഡ് വയറായിട്ട് കൺസിഡർ ചെയ്തു. ദാറ്റ്സ് 3 വയേഴ്സ്. അതിൽ ഫസ്റ്റ് വയർ ഉണ്ടാക്കുന്ന ഫീൽഡ് B1 ഷുഡ് ബി ഈക്വൽ ടു 0 ആണ്. കാരണം ആ വയറിൻ്റെ ആക്സിയൽ പോയിന്റിലാണ് O കിടക്കുന്നത് അല്ലേ. 1 എന്ന് മാർക്ക് ചെയ്ത വയറിൻ്റെ ആക്സിയലാണ് O. 1 എന്നുള്ള വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആക്ച്വലി 0 വരും. ഇനി 2 എന്നുള്ള വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B2, അതെന്തായാലും എങ്ങോട്ടാണ്? കാരണം ഇങ്ങനെയല്ലേ പോകുന്നത്. ഇപ്പോൾ ഒറിജിനൽ അല്ലെങ്കിൽ സെൻറ്റർ ഉണ്ടാക്കുന്ന ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, ആക്ച്വലി ഡയറക്ഷൻ ആക്ച്വലി ഇൻ ടു ദ പ്ലെയിൻ ആണ്. അത് ആർക്ക് ഉണ്ടാക്കുന്ന ഡയറക്ഷൻ അല്ലേ ആക്ച്വലി. അപ്പോൾ ആർക്ക് എത്രയാണ് ആക്ച്വലി, ആംഗിൾ എത്രയാണ്? 3π/4, 3π/2 വരും. 270 അല്ലേ, 270 വരും, 270 വരും, ശരിയല്ലേ, 270 വരും. കാരണം ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എനിക്ക് വേണം ആക്ച്വലി, ദിസ് വൺ 3π/2 വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് ആക്ച്വലി ആർക്ക് ഉണ്ടാക്കുന്നത് μ0 ഡിവൈഡഡ് ബൈ ശരിയല്ലേ 4π ശരിയല്ലേ ഇൻറ്റു ആംഗിൾ അല്ലേ എടുക്കണ്ടേ. ആംഗിൾ എത്രയാണ് ആക്ച്വലി? μ0 2π A ഇൻറ്റു ആംഗിൾ എത്രയാ? 3π/2, ആംഗിൾ 3π/2. ഇനി B3 ഉണ്ടാക്കുന്ന ഫീൽഡ്, B3 ആക്ച്വലി കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇതല്ലേ, തമ്പ് ഇൻ ടു ദ പ്ലെയിൻ. അപ്പോൾ എന്തായാലും ഡയറക്ഷൻ ഇൻ ടു ദ പ്ലെയിൻ തന്നെയാണ്. എൻ്റെ ആക്ഷൻ ആക്ച്വലി μ0 അത് സെമി ഇൻഫിനിറ്റിൻ്റെ എൻഡ് അല്ല ആക്ച്വലി 4πr, ആറിന് വരെ A വരും. അപ്പോൾ ആക്ച്വലി ഇത് 3 3 വയേഴ്സ് സെൻറ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡിൻ്റെ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് 3 ശരിയല്ലേ. അപ്പോൾ നെറ്റ് ഫീൽഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ പോരെ, രണ്ടും ഫീൽഡും ആഡ് ചെയ്താൽ മതി. അപ്പോൾ നെറ്റ് ഫീൽഡ് അറ്റ് ഷുഡ് ബി ഈക്വൽ ടു μ0 4πA കോമൺ അല്ലേ ഇൻറ്റു 1 + 3π/2, 1 + 3π/2 എന്നുള്ള ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ശരിയല്ലേ. അപ്പോൾ നമുക്ക് 41ൻ്റെ ആൻസർ ഓപ്ഷൻ 2 കിട്ടത്തില്ലേ? നോക്കിക്കേ, μ0 4πA ഇൻറ്റു 3π/2 + 1. ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടും. മനസ്സിലായോ? നെക്സ്റ്റ് 42. യെസ്, എ യൂണിഫോം റോഡ് ഓഫ് മാസ് 250 gram having length 100 centimeter. അപ്പോൾ ആക്ച്വലി നോക്കിക്കോളണം, യൂണിഫോം ബാർ ഹിയർ ഇറ്റ് ഈസ്, ഇയാളുടെ ലെങ്ത്ത് 100 centimeter, 100 യൂണിഫോം ആണ്. ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിൽ വരും, അയാളുടെ സെൻറ്റർ ഓഫ് മാസ് സെൻറ്ററിൽ വരും. അപ്പോൾ അയാളുടെ മാസ് 250 gram ആണെങ്കിൽ ഇവിടെയാണ് ആക്ച്വലി അയാളുടെ ഫോഴ്സ് ഡ്യൂ ടു വെയ്റ്റ്സ് ആക്ട് ചെയ്യുക. 250 gram എന്നുള്ള വെയിറ്റ് ആക്ട് ചെയ്യും. അപ്പോൾ 250 G, 250 × G 10 അല്ല, G വരും. ഫൈൻ. ഇസ് ബാലൻസ്ഡ് ഓൺ എ ഷാർപ്പ് എഡ്ജ്. അപ്പോൾ തന്നെ മനസ്സിലായി, ഇത് സെൻറ്റർ മാസ് ആണെങ്കിൽ ഇത് മൊത്തം 50 centimeter, ഈ എൻഡിൽ ബാക്കി 50 centimeter വരും സെൻറ്ററിൽ.
ഓക്കെ, on a sharp edge at 40 centimeter mark. അപ്പോൾ 40 centimeter മാർക്കിൽ ഒരു ഷാർപ്പ് എഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെയാണ് ഇപ്പോൾ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക N 40. അപ്പോൾ ഇത് ഇപ്പോൾ തമ്മിൽ 10 സെൻറ്റിമീറ്റർ വരും, ബാക്കി ഇത് 40 സെൻറ്റിമീറ്റർ വരും. ഇതാണ് 40. എ മാസ് ഓഫ് 400 gram is suspended at 10 centimeter മാർക്ക്. അടുത്തത് 10 സെൻറ്റിമീറ്റർ മാർക്കിൽ ഒരു 400 gram വെയിറ്റ് ഹാങ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്ററിൽ ഒരു 400 gram മാർക്ക് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ശരിയല്ലേ? ടു മെയിൻറ്റെയിൻ ദ ബാലൻസ് ദ റോഡ് ദ മാസ് ടു ബി സസ്പെൻഡഡ് അറ്റ് 90 സെൻറ്റിമീറ്റർ മാർക്ക്. ഇവിടെ 90 സെൻറ്റിമീറ്റർ, അവിടെ നിന്ന് മൊത്തത്തിലുള്ള 90 സെൻറ്റിമീറ്ററിൽ മറ്റൊരു വെയിറ്റ് ബാലൻസ് ചെയ്യണം. എത്രയും തന്നിട്ടില്ല അല്ലേ? അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അത് എം ജി അല്ല, മാസ് എം ആണെങ്കിൽ എം ജി, മാസാണ് കണ്ടുപിടിക്കണം, എം കണ്ടുപിടിക്കണം, മാസ് എം ജി. ഇതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ആക്ച്വലി നമ്മൾ നോർമൽ റിയാക്ഷൻ കൊടുത്ത് ബാലൻസ് ചെയ്യുന്ന ആക്ച്വലി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ടോർക്ക്, നെറ്റ് ടോർക്ക് ആരാവണം? 0 ആവണം. ഇക്വിലിബ്രിയത്തിലാവണം നെറ്റ് ടോർക്ക് 0. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെറ്റ് ടോർക്ക് ഷുഡ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ നെറ്റ് ടോർക്ക് 0 ആകണം എന്നാണ് കോൺസെപ്റ്റ്. നെറ്റ് ടോർക്ക് 0 ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഫിക്സ്ഡ് എൻഡ് ഇതാക്കി എടുക്കാം. എബൌട്ട് ദിസ് പോയിന്റ് ആണ്, എബൌട്ട് O. പിന്നെ ടോർക്ക് ഈസ് 0 എബൌട്ട് O. എബൌട്ട് O നെറ്റ് ടോർക്ക് 0 ആവാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കിക്കേ, ടോർക്ക് ഷുഡ് ബി ഈക്വൽ ടു 400 G ഇൻറ്റു 30 സെൻറ്റിമീറ്റർ ആണ്. 400 G ഇൻറ്റു 30 സെൻറ്റിമീറ്റർ ആണ്. ആ ടോർക്കിനെ ഇവിടെ എക്സ് വരുന്ന ടോർക്ക് ബാലൻസ് ചെയ്താൽ പോരെ ആക്ച്വലി. അത്രേ ഉള്ളൂ. നെറ്റ് ടോർക്ക് 0 മീൻസ് അയാൾ ബാലൻസ്ഡ് ആകണം. അപ്പോൾ ദിസ് ടോർക്ക് ഷുഡ് ബി ഈക്വൽ ടു 400 G ഇൻറ്റു 30 ഷുഡ് ബി ഈക്വൽ ടു ആരാണ് അപ്പുറത്ത്? ഇത് 250 gram ആൻഡ് ഇറ്റ്സ് ഓൺ വെയിറ്റ് ഫ്രം ദിസ് പോയിന്റ് 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 പ്ലസ് അപ്പുറത്തെ എം ജി ഇൻറ്റു ഫിക്സ്ഡ്. ഇത് മൊത്തത്തിൽ 40, ഇവിടെ നിന്ന് 90, 50 ഫിക്സ്ഡ്. എബൌട്ട് O ആണ് കാൽക്കുലേഷൻ ചെയ്ത്, എബൌട്ട് O എന്ന് പറഞ്ഞാൽ 50 വരും. ഇയാളെ സോൾവ് ചെയ്യുമ്പോൾ എല്ലാ സെൻറ്റിമീറ്റർ കട്ടായി പോകും, എല്ലാ ജിയും കട്ടായി പോകും. 400 ഇൻറ്റു 30 ഈക്വൽ ടു 250 ഇൻറ്റു 10 പ്ലസ് എം ഇൻറ്റു 50. 50 വെട്ടിപ്പോയി. ഇവിടെ അത് 5 ആയി, ശരിയല്ലേ? ഇവിടെ 6 ആയി, സോറി, ഇവിടെ അത് 50 വെട്ടിപ്പോയി 8 ആയി. 8 ആയി. 8, 5, 50, 1 ആയി. Therefore, this should be equal to 240 is equal to 50 plus m വരും. m is equal to 190 വരും. 190 gram അല്ലേ? 2. എന്നിട്ട് ടോർക്ക് 0 ആയാൽ മതി. ബാലൻസ് ചെയ്ത ടോർക്ക് 42 ആൻസർ ഓപ്ഷൻ 2 സെക്കൻഡോട് നമ്മുടെ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ശരിയല്ലേ? നെക്സ്റ്റ് യെസ് 43rd വൺ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. A 400 gram solid cube having an edge of length 10 centimeter. ഇപ്പോൾ ലെങ്ത് ഓഫ് എഡ്ജ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ വോളിയം ഷുഡ് ബി ഈക്വൽ ടു 10 ഇൻറ്റു 10⁻⁻²ൻ്റെ ക്യൂബ് വരും. വോളിയം ഓഫ് ദ ക്യൂബ് അല്ലേ? സോളിഡ് ക്യൂബാണ്. സൈഡ് ലെങ്ത് 10 ആണെങ്കിൽ ആണ് വോളിയം 10⁻⁻² ദ ക്യൂബ് ദാറ്റ്സ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 10⁻⁻6. ശരിയാണോ? അല്ലെങ്കിൽ 0.1 ഇൻറ്റു 10⁻⁻3. 0.1 ഇപ്പോൾ 1.001 വരും. ദാറ്റ്സ് ഈക്വൽ 10⁻⁻³ മീറ്റർ ക്യൂബ്. മാസ് ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട് 400 gram. Floats in water. How much volume of the cube is outside the water? How much volume of the cube is outside the water എന്നാണ് ചോദ്യം. പുറത്തേക്കുള്ളത് വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഫ്ലോട്ടിങ്ങിൻ്റെ കേസിൽ കണ്ടീഷൻ ഈസ് നത്തിങ് ബട്ട് വെയിറ്റ് ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് അല്ലേ? ഒരു ബോഡി ഫ്ലോട്ടിംഗ് ആണെങ്കിൽ കണ്ടീഷൻ ഫ്ലോട്ടിംഗ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു mg ഈസ് ഈക്വൽ ടു FB അപ്ത്രസ്റ്റ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ mg ഈസ് ഈക്വൽ ടു അപ്ത്രസ്റ്റ് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ കണ്ടീഷൻസ് നോക്കിക്കേ. മാസ് എത്രയാണ്? 400. അപ്പോൾ 400 ഇൻറ്റു 10⁻³ കിലോഗ്രാം ഇൻറ്റു G 10 is equal to വോളിയം ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അല്ലേ? വി ഇൻസൈഡ് അകത്തുള്ള വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വാട്ടർ അല്ലേ? 10⁻³ ഇൻറ്റു G
into 10. 10 10 വെട്ടിപ്പോയില്ലേ. അപ്പോൾ V inside is equal to actually 400 into 10 raised to minus 6 ആവില്ലേ. 400 into 10 raised to minus 6 meter cube ആവും. ഇതാണ് ഇൻസൈഡ് വോളിയം എന്ന് പറയുന്നത്. ഇൻസൈഡ് വോളിയം. ടോട്ടൽ വോളിയം 10 raised to minus 3 ആണ്. അകത്തുള്ളത് ആക്ച്വലി 400 10 raised to minus 3 മീൻസ് ഔട്ട്സൈഡ് വോളിയം ഈസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം മൈനസ് ഇൻസൈഡ് വോളിയം അല്ലേ. അതായത് 10 raised to minus 3 മൈനസ് 0.4 into 10 raised to minus 3 അല്ലേ. ഇസ് ഈക്വൽ ടു 0.6 into 10 raised to minus 3 അല്ലേ. മീറ്റർ ക്യൂബ്, ഇതൊക്കെ മീറ്റർ ക്യൂബിലാണ്. ഇത് ആക്ച്വലി ഇസ് ഈക്വൽ ടു 0.6 into 10 raised to minus 3 into 10 raised to മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കും മൈനസ് പ്ലസ് 6 ആവും. അപ്പോൾ ആക്ച്വലി 0.6 into 10 raised to plus 3 സെൻറ്റിമീറ്റർ ക്യൂബ് ആവും. അപ്പോൾ 600 സെൻറ്റിമീറ്റർ ക്യൂബ് ശരിയല്ലേ. 600 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഔട്ട്സൈഡ് വോളിയം. ഇൻസൈഡ് വോളിയം കണ്ടു. ടോട്ടൽ വോളിയം നമുക്ക് ഓൾറെഡി ക്യൂബിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ 43 ആൻസർ നമുക്ക് ഓപ്ഷൻ 4 ഒബ്റ്റെയിൻ ചെയ്യും. 600 സെൻറ്റിമീറ്റർ ക്യൂബ് ആൻസർ ആയിട്ട് വരും. മനസ്സിലായോ? നെക്സ്റ്റ് 44th ക്വസ്റ്റ്യൻ നോക്കുക. The magnetic field of EM waves എന്നാണ്. EM wave is given by B is equal to √3/2 I cap plus half J cap into 30 sin omega into T minus Z by C വരും. അപ്പോൾ എന്തായാലും ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. തിയററ്റിക്കലി ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദിസ് വൺ ഫേസ് സെയിം ആയിരിക്കണ്ടേ. ഒരേ ഫേസ് എന്ന് പറയുമ്പോൾ സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് ഇസഡ് ബൈ സി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് അതേ ഫേസിലായിരിക്കണം. അതേ ഫേസ് എന്ന് പറയുമ്പോൾ അതും സൈൻ ഒമേഗ ഇൻറ്റു ടി മൈനസ് സെഡ് ബൈ സി തന്നെ ആയിരിക്കണം. അങ്ങനെ ഒറ്റ ഓപ്ഷൻസേ വരുന്നുള്ളൂ ആക്ച്വലി. അപ്പോൾ ഡയറക്റ്റ് വേറൊന്നും ചിന്തിക്കാതെ ആൻസർ നമുക്ക് ഇത് എഴുതാൻ വേണ്ടി പറ്റും. അതേ ഫേസിലായിരിക്കണം കൺസെപ്റ്റ്. ഇലക്ട്രിക് ഫീൽഡ് അതേ ഫേസിലായിരിക്കണം മീൻസ് സൈൻ ഒമേഗ അത് തന്നെയാണ്. അപ്പം വേവ് ആക്ട് ചെയ്യുന്നത് സെഡ് ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഓഫ് ദ വേവ് അലോങ് ദി പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ ഓപ്ഷൻ 1 എന്ന് വേണമെങ്കിൽ ഈസി സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പറ്റുമല്ലോ. അല്ലെങ്കിൽ E0/B0 is equal to C. P0 is actually is equal to B0 into C അല്ലേ. B0 is actually 30. അപ്പം E0 is equal to actually 30 into C എന്നും കൂടി വരും കേട്ടോ. 30 into C വരും. അപ്പം അതും ഡയറക്റ്റ് നമുക്ക് മനസ്സിലായി. ഇനി ഡയറക്ഷൻസ് അറിഞ്ഞാൽ മാത്രം പോരെ. ഡയറക്ഷൻസ് അറിഞ്ഞാൽ മതി. ഡയറക്ഷൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആരാ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി √3/2 I cap plus half J cap ആണ് ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. മാത്രമല്ല ഇയും ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കും വേണ്ടേ. ഇയും ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കും വേണം. അപ്പം നമുക്കറിയാം ഇ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഷുഡ് ബി ഈക്വൽ എന്ത് കിട്ടണം? 0 കിട്ടണം. ശരിയല്ലേ? P0 0 കിട്ടണമെങ്കിൽ നമുക്ക് ഡയറക്റ്റിൽ എന്ത് പറയാം? 0 കിട്ടണമെങ്കിൽ ഇവിടെ ഐ ജെ കോൺസെപ്റ്റ് ഇത് കിട്ടുമ്പോൾ ഏത് ചെയ്യുമ്പോഴാണ് 0 കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും വീണ്ടും ദിസ് വൺ. അപ്പോൾ ഡയറക്റ്റ്ലി അതിൽ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഓപ്ഷൻ 1 ആൻസർ ആയിട്ട് കിട്ടും. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 44 നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഓപ്ഷൻ 1. നെക്സ്റ്റ് S45. A balloon and its content having mass m. ഒരു ബലൂണും അതിൻ്റെ കണ്ടൻറ്റും ഹാവിങ് ദ മാസ് m ഈസ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സലറേഷൻ a. ഇയാൾ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത് വിത്ത് ആൻ ആക്സലറേഷൻ a. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഈസ് അപ്വേർഡ് ആണ് F ആൻഡ് ഇസ് വെയിറ്റ് ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് mg. The mass that must be released from this content so that the balloon starts moving up with an acceleration 3a will be. ഇയാൾ പിന്നീട് ഒരു 3a മൂവ് ചെയ്യണം. 3a. അപ്പോൾ മാസ് റെഡ്യൂസ്ഡ് ആകണം. അപ്പോൾ ഇനീഷ്യലി m ആണ് മൈനസ് എക്സ് കുറഞ്ഞു. അപ്പോൾ m മൈനസ് എക്സ് ആയി. അപ്പോൾ എക്സ് എത്ര എന്നാണ് ചോദ്യം. എത്ര കുറയുന്നു എന്നാണ് ചോദ്യം. അപ്വേർഡ് ഫോഴ്സ് മാറത്തില്ല. അപ്പോൾ ഡൗൺവേർഡ് ഫോഴ്സ് നെറ്റ് ഫോഴ്സ് m മൈനസ് എക്സ് ഇൻറ്റു ജി ആവും അല്ലേ. എങ്കിൽ എക്സ് എത്രയാണെന്നല്ലേ ചോദ്യം. എത്ര മാസ് റിമൂവ് ചെയ്യണം എന്നാണ് ചോദ്യം. ഫസ്റ്റ് ഇക്വേഷൻ എനിക്ക് ആക്ച്വലി എഫ് മൈനസ് എം ജി ഈസ് ഈക്വൽ ടു എം എന്ന് എഴുതാം. സെക്കൻഡ് വൺ ആക്ച്വലി എഫ് മൈനസ് എം മൈനസ് എക്സ് ഇൻറ്റു ജി
is equal to 3m into m minus x into a. അല്ലേ 3 ഇൻറ്റു എം മൈനസ് എക്സ് ഇൻറ്റു എ എന്ന് എഴുതാം. ഇവിടെ എനിക്ക് ആക്ച്വലി എഫിന് ഇവിടുത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. ഇവിടുത്തെ എഫിന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ എഫിന് ഇപ്പോൾ എന്ത് കൊടുക്കാം? എം എ പ്ലസ് എം ജി. എഫ് ഇസ് ഈക്വൽ എം എ പ്ലസ് എം ജി മൈനസ് എം ജി പ്ലസ് ജി എക്സ് ഇസ് ഈക്വൽ ടു 3ma മൈനസ് 3xa. ഇവിടെ എം ജി വെട്ടിപ്പോയി. ശരിയാണോ? എം ജി വെട്ടിപ്പോയി. ബാക്കി എനിക്ക് സോൾവ് ചെയ്യുമ്പോൾ സമയത്ത് എം എ 3 അയാൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ആക്ച്വലി ജി എക്സ് പ്ലസ് 3xa ഇസ് ഈക്വൽ ടു ഇപ്പുറത്തെ ആക്ച്വലി എന്ത് വരും? 2ma വരും. ശരിയല്ലേ? 2ma എന്ന് വരും ആക്ച്വലി. ഇപ്പോൾ 2ma എക്സ് കണ്ടുപിടിക്കണം കൺസെപ്റ്റ്. എക്സ് കോമണായിട്ട് വെളുത്തെടുത്തു. അപ്പോൾ എക്സ് വെളിയിലെടുത്ത് ഇസ് ഈക്വൽ ടു 2ma ഡിവൈഡഡ് ബൈ ജി പ്ലസ് 3a എന്ന് കിട്ടും. ശരിയാണോ? എക്സ് ഇസ് ഈക്വൽ ടു 2ma ഡിവൈഡഡ് ബൈ ജി പ്ലസ് 3a. തേർഡ് ഓപ്ഷൻ ശരിയാണോ? അപ്പോൾ 45ൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 3 കിട്ടും. 2ma ഡിവൈഡഡ് ബൈ ജി പ്ലസ് 3 എന്നുള്ള ആൻസർ കിട്ടും. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. യെസ്, ക്വസ്റ്റ്യൻ നോക്കുക. 46. A conducting bar moves on two conducting rails as shown in figure. A constant magnetic field B exists into the page. The bar starts to move from the vertex to time 0 with a constant velocity. The induced EMF is E proportional to e raised to n, then value of n ആണ് ചോദ്യം. അപ്പോൾ ആക്ച്വലി രണ്ട് റെയിലുള്ളത് ഇങ്ങനെയാണ്. ആക്ച്വലി ഓർത്തോളം റെയിലുള്ളത് ആക്ച്വലി ഇങ്ങനെയാണ് എന്ന് വിചാരിക്കാം. ഇതിലൂടെയാണ് റോഡ് മൂവ് ചെയ്യുന്നത്. ഹിയർ ഇറ്റ് ഈസ്. റോഡ് മൂവ് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റിലുള്ള റോഡ് ഇവിടെയാണ്. ഇയാൾ ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. വി മനസ്സിലായോ? ഈ രണ്ട് ആംഗിൾ ഇവിടെ മേക്കുന്ന ആംഗിൾ ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ് നമുക്കറിയാം. ആ ഇൻസ്റ്റൻറ്റിൽ ഇയാളിപ്പം ഒരു വട്ടക്സ് ഒരു പെർപെൻഡിക്കുലർ ഇവിടുന്ന് വരച്ചാൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ആക്ച്വലി ഈ ആംഗിൾ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസിന് ഞാൻ വൈ എന്നും ഈ മൊത്തം ഡിസ്റ്റൻസിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. ഇയാളുടെ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസിനെ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി x/2 ആയി. x/2. ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. BLV. ഇവിടെ എൽ എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് അല്ലേ? ഇവിടെ റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതിന് അകത്തുള്ള ലെങ്ത് ആക്ച്വലി എക്സ് ആണ്. അപ്പോൾ എക്സ് ആണ്, അത് വേരിയബിൾ ആണ് ആക്ച്വലി. മനസ്സിലായോ? ഇപ്പോൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ എക്സ്പ്രഷൻ ആക്ച്വലി BX × V എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി സിസ്റ്റം നോക്കുന്ന സമയത്ത് നമുക്കറിയാം ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് അല്ലേ? തീറ്റ മാറത്തില്ല. ഷുഡ് ബി ഈക്വൽ ആക്ച്വലി ഓപ്പോസിറ്റ് x/2/y അല്ലേ? x/2/y ആണ്. അപ്പോൾ എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു നമുക്ക് എന്ത് പിടിക്കാം? 2y ടാൻ തീറ്റ അല്ലേ? എക്സ് ഇസ് ഈക്വൽ ആക്ച്വലി 2y ടാൻ തീറ്റ. ഇവിടെ y വേരി ചെയ്യും. y ആക്ച്വലി വേരിയബിൾ ആണ്. എക്സ് ഈക്വൽ 2y ടാൻ തീറ്റ വന്നു. നിങ്ങൾ y ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദിസ് വൺ ഷുഡ് ബി ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? അയാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അയാൾ ട്രാവൽ ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ല ആക്ച്വലി ഡിസ്റ്റൻസ് അല്ലേ y? അത് v × t ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ എനിക്ക് എന്ത് വിളിക്കാം? 2 × vt × ടാൻ തീറ്റ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഇസ് ഈക്വൽ ടു b × v × എക്സിന് പകരം 2vt ടാൻ തീറ്റ എന്ന് എഴുതിക്കൂടെ? ഇതല്ലേ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അവിടെ b കോൺസ്റ്റൻ്റ് അല്ലേ? v കോൺസ്റ്റൻ്റ് അല്ലേ? ഇപ്പോൾ v v² കോൺസ്റ്റൻ്റ് ആയി, ടാൻ തീറ്റ കോൺസ്റ്റൻ്റ് ആയി. പിന്നെ ടിക്ക് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു t⁻⁴ അല്ലേ? ഒരു ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആൻസർ 1 വരും. മനസ്സിലായോ? അപ്പോൾ 46ൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 ഒബ്റ്റെയിൻ ചെയ്യുന്നു. മനസ്സിലായോ? 1 ആൻസർ വരും. നെക്സ്റ്റ് 47. യെസ്, ക്വസ്റ്റ്യൻ ബൈ ഇയർ. ഇലക്ട്രിക് ഡൈപോൾ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് P തന്നിട്ടുണ്ട്. P ഷുഡ് ബി ഈക്വൽ ടു 6 × 10⁻⁻6 കിലോമീറ്റർ. is placed in an uniform electric field of magnitude E തന്നിട്ടുണ്ട് 10⁻⁶ volt/meter. Initially, the dipole moment is parallel to electric field. Initial dipole moment is parallel to the electric field, or initial angle theta should be equal to 0. The work needed to be done the dipole to make the dipole moment opposite theta 180 finally is equal to 180 ആവണം.
വർക്ക് ഡൺ ഷുഡ് ബി ഈക്വൽ ടു മൈനസ് പി ഇ ഇൻറ്റു കോസ് തീറ്റ ടു മൈനസ് കോസ് തീറ്റ 1. ഡയറക്റ്റ് ഇക്വേഷൻ അറിയാലോ. ഈക്വൽ ടു മൈനസ് 6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 ഇൻറ്റു 10 റേസ് ടു 6 ഇൻറ്റു കോസ് 180 മൈനസ് കോസ് 0. ദാറ്റ്സ് ഈക്വൽ ടു 6 മൈനസ് 6 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 പ്ലസ് 6 പോയി ഇൻറ്റു മൈനസ് 1 മൈനസ് മൈനസ് 1 സോറി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 12 അല്ലേ. 12 ജൂൾ എന്ന് വരും, ഡയറക്റ്റ് ആണ്. ഇസ് ഈക്വൽ ടു 12 ജൂൾ. മനസ്സിലായോ? അപ്പോൾ ആൻസർ വർക്ക് ഡൺ ഇസ് ഈക്വൽ വർക്ക് ഡൺ ടു റൊട്ടേറ്റിംഗ് ദ ഡൈപോൾ ഇൻ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നതാണ് ദിസ് വൺ. അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആംഗിൾ തന്നിട്ടുണ്ട്, പി തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തേ ഉള്ളൂ. 47 ആൻസർ 12 വരും. ഫൈൻ. 48. The volume contraction of a solid copper cube of edge length 10 centimeter when subjected to a hydraulic pressure of 7×6 Pascal would be in meter cube. Delta V കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബൾക്ക് മോഡുലസിൻ്റെ എക്സ്പ്രഷൻ മൈനസ് വി ഡെൽറ്റ പി ബൈ ഡെൽറ്റ വി അല്ലേ. ബൾക്ക് മോഡുലസിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ ഡെൽറ്റ വി ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് ആക്ച്വലി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഡെൽറ്റ പി ബൈ ബി അല്ലേ. ശരിയല്ലേ? യെസ്. ഇപ്പോൾ വി ഈസ് ഒറിജിനൽ വോളിയം എന്ന് പറയുന്നത് ആക്ച്വലി 10 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2 ദ ക്യൂബ് അല്ലേ. എഡ്ജ് ലെങ്ത് തന്നേക്കണേ. ഇൻറ്റു പ്രഷർ 7 ഇൻറ്റു 10 റേസ് ടു 6 അല്ലേ. ബൈ ബൾക്ക് മോഡുലസ് 1.4 ഇൻറ്റു 10 റേസ് ടു 11 അല്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇത് ആക്ച്വലി നമുക്ക് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ മാഗ്നിറ്റ്യൂഡ് വൈസ് ആൻസർ കിട്ടിക്കോളും. ദാറ്റ് ഈസ് ഈക്വൽ 10 ക്യൂബ് 1000 ഇൻറ്റു 7 ശരി ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 1.4 5000 വരും ഇൻറ്റു ബാക്കി പവർ മൈനസ് 6 പ്ലസ് 6 പോയി 10 റേസ് ടു മൈനസ് 11 ആയി. ശരിയാണോ? ഇങ്ങനൊരു ആൻസർ കിട്ടി. ഇത് ആക്ച്വലി ഇസ് ഈക്വൽ ടു മില്ലിമീറ്റർ ക്യൂബാണ്. മില്ലിമീറ്റർ ക്യൂബ് 10 റേസ് ടു മൈനസ് 9 ആക്കുമ്പോൾ 150 വരും അല്ലേ. 50 ഇൻറ്റു 10 റേസ് ടു മൈനസ് 9 മീറ്റർ ക്യൂബ്. മില്ലിമീറ്റർ ക്യൂബാക്കി മാറ്റും -3 ആയി. അപ്പം 50 mm ക്യൂബായി ഡയറക്റ്റ്. ആൻസർ 50 millimeter ക്യൂബ് വരും ആക്ച്വലി. ശരിയല്ലേ? 50 millimeter ക്യൂബ് ആൻസർ വരും ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 48. മനസ്സിലായോ? നെക്സ്റ്റ് 49. The value of current I in the external electrical circuit given below. When potential at A is potential equal to potential B. ഇവിടെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ സെയിം ആകണമെങ്കിൽ അതൊരു ബാലൻസ്ഡ് വിസ്റ്റം പിടിച്ചാവണ്ടേ. പി റേഷ്യോ 1:2, ഇത് 1:2 ആവണം. ഇത് 1:2 ആകണമെങ്കിൽ ആറിൻ്റെ വാല്യൂ 20 Ohm വരും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ എയും ബി ഒരേ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബാലൻസ്ഡ് വിസ്റ്റം പിടിച്ചിൻ്റെ കൺസെപ്റ്റായി. അപ്പോൾ മുകളിലെ റേഷ്യോ താഴത്തെ റേഷ്യോ ഈക്വൽ ആവണം. മുകളിലെ റേഷ്യോ 1:2, ഇത് 1:2 കിട്ടണമെങ്കിൽ ഇത് 20 ആവണം. ഓക്കെ. എങ്കിൽ ഇപ്പോൾ ആർ എഫക്റ്റീവ് ഷുഡ് ബി ഈക്വൽ ടു ആരായി? മുകളിൽ 10ഉം 20ഉം ഇയാൾ വേണ്ടല്ലോ, ബാലൻസ്ഡ് ആണ്. മുകളിൽ 10ഉം 20ഉം 30 Ohm വരും. പാരലൽ ടു താഴെ 20ഉം 40ഉം 60 വരും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ആർ എഫക്റ്റീവ് 20 വന്നു. 20 Ohm. പൈ മീൻസ് നെറ്റ് കറണ്ട് ആണ്. നെറ്റ് കറണ്ട് ഇസ് ഈക്വൽ ടു സപ്ലൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ എഫക്റ്റീവ് അല്ലേ. 40/20 2 ആംപിയർ വരും. 49ൻ്റെ ആൻസർ ഓഫ് ഓപ്ഷൻ 2 വരും. മനസ്സിലായോ? ദാറ്റ് ഈസ് 2 ആംപിയർ നമ്മുടെ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് ഫൈനലി 50. ക്വസ്റ്റ്യൻ വായിക്കുക. എ തിൻ ട്രാൻസ്പാരൻറ്റ് ഫിലിം വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.4 ഈസ് ഹെൽഡ് ഓൺ സർക്കുലർ റിംഗ് ഓഫ് റേഡിയസ് 1.8 cm. The fluid is in the film evaporates such that transmission through the film of wavelength 560 nanometer goes to a minimum every 12 seconds. Assuming that the film is flat on its two sides, the rate of evaporation കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. മിനിമം അല്ലേ, മിനിമത്തിൻ്റെ കണ്ടീഷൻസ് ആണ്. ഫിലിം മിനിമം goes to minimum at every 12 seconds എന്നാണ് ചോദ്യം. കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ശരിയല്ലേ. അപ്പോൾ കണ്ടീഷൻ ആക്ച്വലി is equal to 2n into t should be equal to 2n minus 1 into λ/2. കണ്ടീഷൻ ഫോർ മിനിമത്തിൻ്റെ കൺസെപ്റ്റാണ്. ഫോർ മിനിമം. ഇപ്പോൾ ടി തിക്നെസ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ടി ഷുഡ് ബി ഈക്വൽ ടു ആരാ? ദാറ്റ്സ് ഈക്വൽ ടു ടി. ടി കണ്ടുപിടിക്കണം. 2n minus 1 into λ/4n വരും.
ടി തിക്നെസ് ആണ്. അപ്പോൾ തിക്നെസ് ഇസ് ഈക്വൽ ടു ആക്ച്വലി 2n - 1 ഇൻറ്റു ലാംഡ ബൈ 4n എന്നുള്ള കോൺസെപ്റ്റ് പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളിനി എന്നിന് വാല്യൂസ് കൊടുത്തു പോകും അല്ലേ? എന്നിന് വാല്യൂ കൊടുക്കുന്നത് ഇത് അതുകൊണ്ട് ഇവിടെ n ആയി പോകും. സോറി, ഇവിടെ മ്യൂ തന്നെ കൊടുക്കുക കേട്ടോ. മ്യൂ റിഫ്രാക്ട് ഇൻഡെക്സ് കൊടുക്കണേ. സാധാരണ ഞാൻ ഫ്രാക്ട് ഇൻഡെക്സിന് n കൊടുക്കുന്ന നേരമായിട്ട് കൊടുത്തു പോയതാണ്. ഇത് മ്യൂ ആണ്, ഇത് n. ഓക്കെ ഫൈൻ. എന്നിന് ഇനി വാല്യൂസ് കൊടുക്കേ. n ഇസ് ഈക്വൽ ടു 1, 2, 3 കൊടുത്തു പോകുക. ഇപ്പോൾ ടി ഷുഡ് ബി ഈക്വൽ ടു എന്തൊക്കെ വരും? n 1 കൊടുത്തേ, ഇപ്പോൾ 2, ഇപ്പോൾ ലാംഡ ബൈ 4 മ്യൂ. 2 കൊടുക്കുമ്പോൾ 3 ലാംഡ ബൈ 4 മ്യൂ. 3 കൊടുക്കുമ്പോൾ 5 ലാംഡ ബൈ 4 മ്യൂ. ശരിയല്ലേ? ഇതാണ് ടിയുടെ വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്യുക ആക്ച്വലി. ഇപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് ഓഫ് ദ ഫിലിം എടുക്കുമ്പോൾ 3 ലാംഡ ബൈ 4 മ്യൂ മൈനസ് ലാംഡ ബൈ 4 മ്യൂ എടുത്താൽ മതി. ഇസ് ഈക്വൽ ടു 2 ലാംഡ ബൈ 4 മ്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 മ്യൂ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ചേഞ്ച് ഇൻ തിക്നെസ് ഇസ് ആക്ച്വലി ഇസ് ഈക്വൽ ടു ആരാണ്? ലാംഡ ഡിവൈഡഡ് ബൈ 2 മ്യൂ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഒക്കെ ചെയ്യും. ഇതാണ് ചേഞ്ച് തിക്നെസ്സിൻ്റെ കോൺസെപ്റ്റ്. ഇപ്പോൾ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അല്ലേ ചോദ്യം? ചേഞ്ച് തിക്നെസ് ഇത്രയാവണം. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചേക്കണം ആക്ച്വലി. ദാറ്റ്സ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ബൈ ടൈമാണ്. റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ്റെ കോൺസെപ്റ്റ് ചേഞ്ച് ഇൻ വോളിയം ബൈ ടൈമാണ്. ആരെ ചേഞ്ച് ഇൻ വോളിയം? ആക്ച്വലി ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ തിക്നെസ് ബൈ ടൈമാണ്. ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ തിക്നെസ് ബൈ ടൈമാണ്. ഏരിയ ആക്ച്വലി എങ്ങനെ കണ്ടുപിടിക്കും? റേഡിയസ് തന്നിട്ടില്ലേ, സർക്കുലർ ഫിലിമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പൈ ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ. റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 1.8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1.8 ഇൻറ്റു 10⁻⁻²ൻ്റെ സ്ക്വയർ. അപ്പോൾ ഏരിയയുടെ കോൺസെപ്റ്റായി. ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ആക്ച്വലി ലാംഡ ബൈ 2 മ്യൂ ഡിവൈഡ് ബൈ 12 അല്ലേ? ഡിവൈഡ് ബൈ 12 വരും ആക്ച്വലി. ശരിയല്ലേ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ദ ഷുഡ് ബി ഈക്വൽ ടു ആരാണ്? 3.14 ഇൻറ്റു 1.8 ഇൻറ്റു 10⁻² ദ സ്ക്വയർ ഇൻറ്റു വേവ് ലെങ്ത് ആക്ച്വലി 560 ഇൻറ്റു 10⁻⁹ അല്ലേ? 560 നാനോമീറ്റർ എന്നാണ് പറയുന്നത്. 560 നാനോമീറ്റർ -9 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 2 ഇൻറ്റു റിഫ്രാക്ട് ഇൻഡെക്സ് 1.4. ദാറ്റ്സ് ഇറ്റ്. ഇയാളെ സോൾവ് ചെയ്തെടുത്താൽ പോരെ? ഇയാളെ സോൾവ് ചെയ്തെടുക്കും. ആൻസേഴ്സ് എങ്ങനെയാണ് പറയുന്നവർ? യെസ്, ഡാഷ് പൈ 10⁻13. അപ്പോൾ പൈക്ക് പൈ തന്നെ കൊടുത്താൽ മതി, മാറ്റി കൊടുക്കേണ്ട, പൈ തന്നെയാണ്. -13. ഇപ്പോൾ -4 -13 മതി. ന്യൂമറിക്കൽ വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഇനി പൈ അവിടെ കിടന്നോട്ടെ, പവർ അവിടെ കിടന്നോട്ടെ, കറക്റ്റാണ്. ബാക്കി ന്യൂമറിക്കൽ വാല്യൂ നോക്കിയേ. 1.8 അഗെയിൻ ഇൻറ്റു 1.8 സ്ക്വയർ ഉണ്ട് ആക്ച്വലി ഇൻറ്റു 560 ഡിവൈഡഡ് ബൈ 24 ഡിവൈഡഡ് ബൈ 1.4. 54 ഓൾമോസ്റ്റ് അല്ലേ? 54. അപ്പോൾ 54 ഇൻറ്റു 10⁻⁵ പൈയും കൂടി വരും. 54 പൈ ഇൻറ്റു 10⁻⁻13 വരും. അപ്പോൾ അവിടെ പറഞ്ഞ ഡാഷ് പൈ ഇൻറ്റു 10⁻⁻. അപ്പോൾ ഡാഷ് മീൻസ് 54 അല്ലേ? പിന്നെ ആൻസർ നമുക്ക് ഓപ്ഷൻ 54 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് ദാറ്റ്സ് ഓൾ. അപ്പോൾ ആൻസർ 54 ആയിരിക്കും വരിക. മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആഫ്റ്റർനൂൺ സെഷൻ JMN 28 ചോദിച്ചത്. ഓക്കെ ഫൈൻ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.